കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മറ്റു വിഭാഗങ്ങളുമായി ഒന്നിച്ച് ഒരേ താളത്തിൽ, ഒരേ ലയത്തിൽ, ഒരേ രാഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ സാഹചര്യത്തിലുള്ളത്. അതിന് വിഘാതമുണ്ടാക്കുന്ന വിധത്തിൽ, മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അതൊരു തീവ്രവാദ പ്രസ്ഥാനമാണെന്നും ഒരു വിഘടനവാദ പ്രസ്ഥാനമാണെന്നും സമൂഹത്തിനിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാടുകളാണ് ജമാഅത്തെ ഇസ്ലാമി ഇക്കാലം അത്രയും സ്വീകരിച്ചത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ മൗലാന മൗദൂദി സാഹിബാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ കൃത്യമായി ജനാധിപത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല, മതേതരത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. സർക്കാർ ജോലികളിൽ പോലും പോകാൻ പാടില്ലെന്ന് പറഞ്ഞവരാ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരാ. അവരെ ആര് വെള്ള പൂശിയാലും അത് ഉൾക്കൊള്ളാൻ സുന്നികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേതാവ് സതീശൻ അത് പറഞ്ഞു എന്ന് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുക്കാൻ ആർക്കാ കഴിയുക? എന്നാൽ നമ്മളൊന്ന് ചോദിക്കണം, അവരുടെ പുസ്തകശാലകളിൽ നിന്ന് ഈ വിഘടനവാദമുള്ള, അതായത് മതരാട്ടവാദം എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ ഇന്നും അവരുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന പുസ്തകശാലയിൽ വിറ്റുകൊണ്ടിരിക്കുക. ആ പുസ്തകത്തിൽ കൃത്യമായി മൗദൂദിയുടെ നിലപാട് പറയുന്നുണ്ട്. അതായത് ജനാധിപത്യവും തെരഞ്ഞെടുപ്പിനെ പോലും അംഗീകരിക്കാത്ത ആളുകളാണ്. സമീപകാലത്താണ് അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയത്. ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ, ജമാഅത്തൊഴിച്ച് ഏതൊക്കെ മുസ്ലിം സംഘടനകളുണ്ടോ അതിനെയൊക്കെ എല്ലാ വിധത്തിലും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ സമസ്തയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ സുന്നി വിശ്വാസധാര ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കോംപ്രമൈസ് ആവാൻ കഴിയാത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ, അത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനും അതോടൊപ്പം തന്നെ അതുവഴി മുസ്ലിം സമുദായത്തിന് അകത്തേക്ക് കയറാനും നടത്തുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇവരുടെ പുതിയ രാഷ്ട്രീയ പ്രവേശവും രാഷ്ട്രീയ മത്സരവും മുന്നണികൾ തേടിയുള്ള ഈ ഓട്ടം എന്ന് തിരിച്ചറിയാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിയേണ്ടതുണ്ട്. UDF ആണ് ചെയ്യുന്നതെങ്കിലും LDF ആണ് ചെയ്യുന്നതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ സമൂഹത്തിലേക്ക്, പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പരമാബദ്ധമാണ്. വലിയ വില നൽകേണ്ടി വരും.